പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ. യേശുവിലേറ്റവും സ്നേഹമുള്ള സഹോദര വൈദികരെ, പ്രിയ മാതാപിതാക്കന്മാരെ, ദുഃഖാർത്ഥരായി ഈ ബലിവേദിയിൽ അണഞ്ഞിരിക്കുന്ന ഡോമീസിൻ്റെ മാതാപിതാക്കളെ, നമ്മുടെ ഇന്ന് ഇവിടെ ഈ മകൻ്റെയും മേരി എന്ന അമ്മയുടെയും പരിപാവനമായ സ്നേഹസ്മരണയ്ക്ക് മുൻപിൽ ആയിരിക്കുകയാണ്. ഈ അടുത്ത കാലത്ത് എനിക്ക് ഏറ്റവും ഹൃദയസ്പർശിയായ ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടത് കരസേനയിൽ ജോലി ചെയ്യുന്ന കേണലായിട്ടുള്ള ഋഷി രാജലക്ഷ്മി എന്ന പട്ടാളക്കാരൻ്റെയാണ്. വയനാട്ടിലെ ദുരന്ത മുഖത്ത് അദ്ദേഹം വിജയകരമായിട്ട് തൻ്റെ ജോലി പൂർത്തിയാക്കിയതിന് ശേഷം കൊടുത്ത ഒരു ഇൻ്റർവ്യൂവിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ജീവിതത്തിൽ ഓരോ നിമിഷവും ഓരോ ചുവടുകളും ഞാൻ എടുത്തു വയ്ക്കുന്നത് മരണത്തിലേക്കാണ് എന്ന് എനിക്ക് ബോധ്യമുണ്ട്. അത് എനിക്ക് ഒരുപക്ഷെ ധൈര്യം നൽകുന്നു എന്ന്. ചുറ്റുമുള്ളവരുടെ മരണം നമുക്ക് ഒരു ധൈര്യമായിട്ട് മാറണം. നമ്മുടെ പ്രിയപ്പെട്ടവർ അകാലത്തിൽ ചരമടഞ്ഞു പോകുമ്പോൾ അതിൻ്റെ വേദന കുറെ കൂടി ആഴത്തിലുള്ളതാണ് എന്ന് നമുക്കറിയാം. മഹാമാരികളും കോവിഡും ഒക്കെ നമ്മളെ കടന്ന് പിടിക്കുന്ന കാലഘട്ടത്തിന് ശേഷം എനിക്ക് തോന്നുന്നു മരണമെന്ന വലിയ യാഥാർത്ഥ്യം നമുക്ക് വളരെ അടുത്ത് നിൽക്കുന്നു എന്ന്. ഈ പട്ടാളക്കാരൻ പറഞ്ഞതുപോലെ നമ്മുടെ ഓരോ ചുവടുകളും മരണത്തിലേക്കാണ് എന്നുള്ള ബോധ്യം നമുക്കുണ്ടാകണം. ആ ബോധ്യത്തിൽ നിന്നാകണം നമ്മുടെ പ്രാർത്ഥനകൾക്ക് ആഴവും പരപ്പുമൊക്കെ നമ്മൾ നിർണ്ണയിക്കേണ്ടത്. ഓരോ മരണവും നമ്മളെ കുറെ കൂടി പ്രാർത്ഥിക്കുവാൻ നമ്മളെ പഠിപ്പിക്കട്ടെ. ഓരോ മരണവും ദൈവത്തിലേക്ക് നമ്മളെ കൂടുതൽ അടുപ്പിക്കട്ടെ. ഓരോ ബലിയും നമ്മുടെ ദൈവത്തിലേക്ക് കൂടുതൽ അടുപ്പിക്കട്ടെ. ഈ രണ്ട് വ്യക്തികളുടെ ചരമം വാർഷികം ആഘോഷിക്കുമ്പോൾ, ഇവരുടെ പരിപാവനമായ സ്മരണയ്ക്ക് മുൻപിലായിരിക്കുമ്പോൾ, ഈ കൊച്ചു മകനിലൂടെയും ഈ അമ്മയിലൂടെയും ദൈവം നമുക്ക് നിരവധി ഓർമ്മകൾ നൽകിയിട്ടുണ്ട്. ഈശോ ദിവ്യബലിയിൽ പരിശുദ്ധ കുർബാനയിൽ അർപ്പണ സമയത്ത് ഈശോ പറയുന്നത് പോലെ, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ നിത്യജീവനുണ്ട്. നമ്മൾ എല്ലാവരും നിത്യജീവനിലേക്ക് വിളിക്കപ്പെട്ടിരിക്കുന്നവരാണ്. ഇവർ രണ്ടുപേരും നിത്യജീവനിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. എങ്കിലും വീണ്ടും ഇവർക്ക് പ്രാർത്ഥനകൾ ആവശ്യമാണ്. ആത്മാക്കളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈ മകൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെയാണ് എന്ന് നമുക്കറിയാം. കൊച്ചുപ്രായത്തിൽ ഞാൻ ഈ മകനെ കണ്ടിട്ടുണ്ട്. വളരെ പുഞ്ചിരിയോടുകൂടെ അവരുടെ ഭവനത്തിലേക്ക് കയറി ചെല്ലുമ്പോൾ വളരെ സ്നേഹത്തോടുകൂടെയൊക്കെ നിഷ്കളങ്കമായിട്ടുള്ള പുഞ്ചിരിയോടുകൂടെയാണ് ഈ മകനെ ഞാൻ കണ്ടിട്ടുള്ളത്. ഈ മകനെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒപ്പം ഈ അമ്മയെ ഇവരുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവായ ഈശോയെ പഠിപ്പിച്ചതുപോലെ നിത്യജീവനിലേക്ക് നമ്മുടെ ഓരോരുത്തരെയും വിളിക്കട്ടെ, നയിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അവിടുത്തെ തിരുശരീര രക്തങ്ങൾ നമുക്ക് ബലമേകട്ടെ. വിശുദ്ധമായ തിരുക്കർമ്മങ്ങൾ നിർമ്മല ഹൃദയത്തോടെ പങ്കുചേരാൻ നമ്മിലേക്ക് തിരിഞ്ഞ് പാപങ്ങളോർത്ത് ക്ഷമ ചോദിക്കാം. സർവശക്തനായ ദൈവത്തോടും നമ്മളോടും ദൈവം കനിഞ്ഞ് പാപങ്ങൾ പൊറുത്ത് നമ്മെ
നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. അങ്ങേ കാരുണ്യത്തിൻ്റെ ചെവി ചായ്ക്കുകയും അങ്ങേ ദാസർ തോമസും മേരിയും തങ്ങളുടെ ആത്മാവിൻ്റെ എല്ലാ പാപങ്ങൾക്കും മോചനം നൽകുകയും ചെയ്യുന്നത് അങ്ങനെ ഉദ്ധാന ദിവസം ഇവർ ജീവിക്കുകയും പ്രകാശത്തിൻ്റെ തിളക്കത്തിൽ വിശ്രാന്തി അടയുകയും ചെയ്യുമാറാകട്ടെ. അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന ഞങ്ങളുടെ കർത്താവും അങ്ങയുടെ പുത്രനുമായ യേശു ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ തെസ്സലോനിക്കക്കാർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ നിന്ന്, സഹോദരരെ, പ്രത്യാശയില്ലാത്ത മറ്റുള്ളവർ ചെയ്യുന്നത് പോലെ നിങ്ങൾ ദുഃഖിക്കാതിരിക്കാൻ നിദ്ര പ്രാപിച്ചവരെ പറ്റി നിങ്ങൾക്ക് അറിവുണ്ടായിരിക്കണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. യേശു മരിക്കുകയും വീണ്ടും ഉയർത്തുകയും ചെയ്തു എന്ന് നാം വിശ്വസിക്കുന്നത് പോലെ യേശുവിൽ നിദ്ര പ്രാപിച്ചവരെ ദൈവം അവനോടുകൂടെ ഉയർപ്പിക്കും. കർത്താവിന്റെ പ്രത്യാഗമനം വരെ നമ്മിൽ ജീവനോടെ ഇരിക്കുന്നവർ നിദ്ര പ്രാപിച്ചവർക്ക് മുന്നിലായിരിക്കുകയില്ലെന്ന് കർത്താവിന്റെ വചനത്തെ ആധാരമാക്കി ഞങ്ങൾ പറയുന്നു. എന്തെന്നാൽ അധികാരപൂർണമായ ആജ്ഞാവചനം കേൾക്കുകയും പ്രധാന ദൂതന്റെ ശബ്ദം ഉയരുകയും ദൈവത്തിന്റെ കാഹളധ്വനി മുഴങ്ങുകയും ചെയ്യുമ്പോൾ കർത്താവ് സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരികയും ക്രിസ്തുവിൽ മരണമടഞ്ഞവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായി നമ്മിൽ അവശേഷിക്കുന്നവർ ആകാശത്തിൽ കർത്താവിനെ എതിരേൽക്കാനായി അവരോടൊപ്പം മേഘങ്ങളിൽ സംഭവിക്കപ്പെടും. അങ്ങനെ നാം എപ്പോഴും കർത്താവിനോടുകൂടെ ആയിരിക്കുകയും ചെയ്യും. അതിനാൽ ഈ വാക്കുകളാൽ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. കർത്താവിന്റെ വചനം. കർത്താവ്
നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്ന്. അക്കാലത്ത് യേശു ശിഷ്യന്മാരുടെ അരുളി ചെയ്തു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട. ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേകം വാസസ്ഥലങ്ങളുണ്ട്. ഇല്ല എന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ നിങ്ങളോട് പറയുമായിരുന്നു. ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ ഞാനായിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഞാൻ പോകുന്നിടത്തേക്കുള്ള വഴി നിങ്ങൾക്കറിയാം. തോമസ് പറഞ്ഞു, കർത്താവേ, നീ എവിടേക്ക് പോകുന്നുവെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ, പിന്നെ വഴി ഞങ്ങൾ എങ്ങനെ അറിയും? യേശു പറഞ്ഞു, വഴിയും സത്യവും ജീവനും ഞാനാണ്. എന്നിലൂടെ അല്ലാതെ ആരും പിതാവിന്റെ അടുക്കിലേക്ക് വരുന്നില്ല. കർത്താവിന്റെ സുവിശേഷം. ഈ സുവിശേഷ വചനങ്ങൾ. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Everything I do so instinctive and so passionate. Every word I move so descriptive like an adjective. I got a vendetta against people who patent it. Being negative when you should be getting after it. I got facts over tracks. This and that, spitting slow, spitting fast. I can roast, I can gas. Think I'm okay at last, but I don't know if that can erase all the past and the pettiness. A reflection of the emptiness. Hilarious, you think you're worth my time, you're delirious. Mysterious, because you hide behind a fake exterior. Inferior, you know I'll always be a bit superior. Get off of me, this ain't no humble brag. I want you to hear words, you can say them back. I want you to feel free from the chains that last, and to believe in what you got, it was built to last, yeah. Now that I've been through hell, I never got anyone's help. I had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. Gonna learn the consequence of being incompetent. Mental health is confidence, dreams and some modestness. I'm not here to save the day, that's for you to take away. I could play a million mind games, but instead of say something not illogical, something that is topical. Rub it on and let you go, make yourself unstoppable. Dreams are irresponsible, but they're always possible. If you just believe, you could be so remarkable. Thoughts in my head, a collage and they spread. I'll be great one day, going off of my meds. No I'm not giving up, no I'm not giving in. I will make it to the top, taking off, knowing I gotta make it. I'm saving every day to taste it, I'm patient, but my mind, it can hardly take it. I'm chasing a dream that I've had for several ages. A vacant, modern kingdom for the taking. Now that I've been put through hell, I never got anyone's help. Had to do it all myself. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up and make a statement. I don't ever slow up, no I don't take shit. I got no love for the fakeness. If you wanna play tough and wanna hate this, I'll always show up. I
സഹോദരരെ, എൻ്റെയും നിങ്ങളുടെയും ഈ ബലി ദൈവപിതാവിന് സ്വീകാര്യമാകാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ബലിയർപ്പണം അങ്ങേക്ക് പ്രീതികരമാകട്ടെ. അങ്ങേ ദാസർ ഡോമിസും മേരിയും ഇവർ യാചിച്ച പാപങ്ങളുടെ പൊറുതി അങ്ങേ കാരുണ്യത്തിൽ കണ്ടെത്തിക്കൊണ്ട് അങ്ങേ വിശുദ്ധരോടൊത്ത് എന്നെന്നും ആഹ്ലാദിക്കുകയും അങ്ങേ മഹത്വം നിത്യകാലം പുകഴ്ത്തുകയും ചെയ്യുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. സർവേശ്വര പരിശുദ്ധനായ പിതാവേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞതയർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ ഞങ്ങളെല്ലാവരും മരിക്കാതിരിക്കാൻ ഒരാൾ തന്നെ മരണം കൈവരിച്ചു. ഞങ്ങളെല്ലാവരും അങ്ങേക്ക് വേണ്ടി നിത്യമായി ജീവിക്കാൻ ഒരാൾ മരിക്കാൻ തിരുമനസ്സായി. ആകയാൽ ദൂതന്മാർ, മുഖ്യദൂതന്മാർ, ഭദ്രാസന്മാർ, അധീശന്മാർ തുടങ്ങിയ എല്ലാ സ്വർഗീയ വൃന്ദങ്ങളോടുമൊത്ത് അങ്ങേ മഹത്വം പ്രകീർത്തിച്ച് ഞങ്ങൾ അഭിരാമം ആലപിക്കുന്നു. അങ്ങ് സൃഷ്ടിച്ച സർവചരാചരങ്ങളും സമുചിതമായ അങ്ങയെ വാഴ്ത്തുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങേ പുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തു വഴി പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാലും പ്രവർത്തനത്താലും
അങ്ങ് പ്രപഞ്ചം ഉജ്ജീവിപ്പിക്കുകയും പവിത്രീകരിക്കുകയും ചെയ്യുന്നു. സൂര്യോദയം മുതൽ അസ്തമയം വരെ നിർമ്മലമായ ഒരു ബലി അങ്ങേ നാമത്തിന് അർപ്പിക്കപ്പെടേണ്ടതിന് ഒരു ജനത്തെ ഒരുമിച്ച് കൊണ്ടുവന്നു അങ്ങ് വിരമിക്കുന്നില്ല. അതുകൊണ്ട് കർത്താവെ, താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വിശുദ്ധീകരിക്കാനായി അങ്ങേക്ക് ഞങ്ങൾ കൊണ്ടുവന്നിരിക്കുന്ന ഈ തിരുമുൾ കാഴ്ചകൾ അതേ ആത്മാവാൽ പവിത്രമാക്കാൻ കനിയണമേ. അങ്ങനെ ഇവ അങ്ങേ ദിവ്യപുത്രനും ഞങ്ങളുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുത്തെ കൽപ്പന അനുസരിച്ച് ഈ ദിവ്യരഹസ്യങ്ങൾ ഞങ്ങൾ ആഘോഷിക്കുന്നു. എന്തെന്നാൽ അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ അപ്പമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് കുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടി അർപ്പിക്കാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം തന്നെ അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് ആശീർവദിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാൽ ഇത് നിങ്ങൾക്ക് വേണ്ടിയും അനേകർക്ക് വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇത് നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. രക്ഷാകരമായ പീഡാസഹനവും മഹനീയമായ ഉയർപ്പും സ്വർഗാരോഹണവും ഓർത്തുകൊണ്ടും അവിടുത്തെ പ്രത്യാഗമനം പ്രതീക്ഷിച്ചുകൊണ്ടും ജീവദായകവും പരിപാലനവുമായ ഈ ബലി കൃതജ്ഞത പ്രകാശിപ്പിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ അർപ്പിക്കുന്നു. അങ്ങേ സഭയുടെ ഈ ബലി തൃക്കൺ പാർക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ബലിയിൽ പ്രസാദിക്കാൻ അങ്ങ് ആഗ്രഹിച്ച ബലിവസ്തു അംഗീകരിച്ച് അങ്ങേ തിരുക്കുമാരന്റെ ശരീരരക്തങ്ങളാൽ പരിപോഷിതരായും അവിടുത്തെ പരിശുദ്ധാത്മാവാൽ പരിപൂരിതരായും ഞങ്ങൾ ക്രിസ്തുവിൽ ഒരു ശരീരവും ഒരാത്മാവുമായി തീരുവാൻ അനുഗ്രഹിക്കണമേ. അവിടുന്ന് ഞങ്ങളെ അങ്ങേക്കുള്ള നിത്യമായി കാണിക്കയായി തീർക്കുമാറാകട്ടെ. അങ്ങയുടെ തിരഞ്ഞെടുക്കപ്പെട്ടവരോടൊപ്പം ഉള്ള അവകാശം ഞങ്ങൾക്കും ലഭിക്കുവാനിടയാക്കണമേ. വിശിഷ്യ ദൈവമാതാവായ ഏറ്റവും പരിശുദ്ധ കന്യകാമറിയത്തോടും ആ കന്യകയുടെ ഭർത്താവായ യോസേഫിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും അങ്ങേ രക്തസാക്ഷികളോടും സകല വിശുദ്ധരോടുമൊത്ത് അങ്ങയുടെ സന്നിധിയിലുള്ള ഇവരുടെ നിരന്തരമായ സഹായം കൈവരുമെന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ അനുരഞ്ജനത്തിൻ്റെ ബലി സർവ്വലോകത്തിൻ്റെയും ശാന്തിയും രക്ഷയും പരിപോഷിപ്പിക്കുവാൻ ഇടയാക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. അങ്ങേദാസനായ ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പയോടും ഞങ്ങളുടെ അതിരൂപത അധ്യക്ഷനായ തോമസ് നെറ്റോ മെത്രാപ്പൊലീത്തയോടും ക്രിസ്തുദാസ് മെത്രാനോടും മെത്രാൻ പദവിയിലുള്ളവരോടും വൈദിക ഗണത്തോടും അങ്ങ് നേടിയെടുത്ത സകല ജനങ്ങളോടുമൊത്ത് ഈ ഭൂമിയിൽ തീർത്ഥാടനം ചെയ്യുന്ന അങ്ങേ സഭയെ വിശ്വാസത്തിലും സ്നേഹത്തിലും ഉറപ്പിക്കുവാൻ കഴിയണമേ. അങ്ങേ തിരുമുൻപിൽ നിൽക്കുവാൻ അങ്ങ് തിരുവുള്ളമായ ഈ കുടുംബത്തിൻ്റെ അപേക്ഷകൾ ദയാപൂർവം കേട്ടല്ലണമേ. കാരുണ്യവനായ പിതാവേ, നായുടെ
നിന്നും ചിതറക്കിടക്കുന്ന അങ്ങേ എല്ലാ മക്കളെയും അങ്ങിലേക്ക് ദയാപൂർവം ഒന്നിപ്പിക്കണമേ. ഞങ്ങളുടെ മൃതിയിറങ്ങിയ പ്രിയപ്പെട്ട സഹോദരരെ അങ്ങ് പ്രീതിപ്പെടുത്തിക്കൊണ്ട് ഈ ലോകത്തു നിന്ന് കടന്നുപോയ എല്ലാവരെയും അങ്ങ് രാജ്യത്തിൽ ദയാപൂർവം പ്രവേശിപ്പിക്കണമേ. അവിടെ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ ആയിരിക്കുന്നതോടൊപ്പം അങ്ങേ മഹത്വത്താൽ നിത്യമായി സംതൃപ്തരാക്കപ്പെടുമെന്നും ഞങ്ങൾ പ്രത്യാശിക്കുന്നു. എന്തെന്നാൽ ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴിയാണല്ലോ സകല നന്മകളും അങ്ങ് ലോകത്തിൻ്റെ മേൽ വർഷിക്കുന്നത്. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്ന് തന്നേക്കും. രക്ഷാകരമായ കൽപ്പനകളാൽ ഉദ്ബോധിതരായി ദിവ്യ ഉപദേശത്താൽ ഞങ്ങളെ മോചിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്നു നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്ന് മോചിതരാവുകയും എല്ലാ വിപത്തുകളിൽ നിന്നും സുരക്ഷിതരാവുകയും ചെയ്യുമാറാകട്ടെ. നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് കർത്താവായ യേശുക്രിസ്തുവേ അങ്ങ് അപ്പസ്തലന്മാരോട് അരുളി ചെയ്തുവല്ലോ. ഞങ്ങളുടെ പാപങ്ങളല്ല പിന്നെയോ അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ വാർത്ത് തിരുവുള്ളം അനുസരിച്ച് സഭയ്ക്ക് സമാധാനവും ഐക്യവും കൽപ്പിച്ചറിയാനും എന്നും ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേൾക്കണമേ. കർത്താവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. പരസ്പരം സമാധാനം ആശംസിക്കുന്നു. ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്നവൻ, ദിവ്യ കുഞ്ഞാടിൻ്റെ വിരുന്നിനായി ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ.
സ്വർഗീയ ദാനങ്ങൾ സ്വീകരിച്ചുകൊണ്ട് അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങേ പ്രിയദാസ തോമസും വേദിയും അങ്ങേ പുത്രൻ്റെ പീഡാസഹന പാപബന്ധനങ്ങളിൽ നിന്ന് മോചിപ്പിക്കപ്പെട്ട് അങ്ങിലേക്ക് സന്തോഷപൂർവ്വം എത്തിച്ചേരാൻ പ്രാർത്ഥനയിടുമാറാകട്ടെ. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേൾക്കണമേ. കർത്താവ് നിങ്ങളോടുകൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. കർത്താവിൻ്റെ സമാധാനത്തിൽ പോകുവിൻ. ദിവ്യബലി സമാപിച്ചു. Yeah.
ശബ്ദം കേൾക്കേണമേ, അന്നുവടൻ പ്രാർത്ഥന കൈക്കൊള്ളണേ. പരമകാരുണികനും ലോകരക്ഷകനുമായ ദൈവമേ, അങ്ങയുടെ ലംഘനീയമായ കൽപ്പന അനുസരിച്ച് ഈ ലോകത്തിന് യാത്രയായി അങ്ങേ ദാസൻ മേരിയെയും റോമിസിനെയും പാപ്പിച്ചിനെയും ഓർക്കണമേ. അവരുടെ ആത്മാക്കൾ വിശുദ്ധരുടെ സമൂഹത്തിൽ പ്രവേശനം നൽകണമേ. പുണ്യചരിതരെ സ്വർഗീയ ഭവനത്തിലേക്ക് ആനയിക്കുവാനായി അങ്ങ് വാനമേഘങ്ങളിൽ മഹത്വത്തോടെ ആഗതനാകുമ്പോൾ കണ്ണുകൾ കണ്ടിട്ടില്ലാത്തതും ചിന്തയ്ക്ക് അതീതവുമായ നിത്യാനന്ദത്തിലേക്ക് ഈ സഹോദരങ്ങളെയും സ്വീകരിക്കുവാൻ കഴിയണം. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടിട്ടുണ്ടമേ. ആർക്കുള്ളോ രക്ഷയിപ്പാരിടത്തിൽ ഞങ്ങളുടെ പാപങ്ങൾ പോക്കിടുന്ന കർത്താവേ, നിന്നെ വണങ്ങിടുന്നു. പ്രവാസിക്കുകയും ചെയ്യട്ടെ.
ശുദ്ധീകരണ സ്ഥലത്തെ വേദന അനുഭവിക്കുന്നവരുടെ ആത്മാക്കൾ, ആരോരും പ്രാർത്ഥിക്കാനില്ലാത്തവരുടെ ആത്മ, അപകട മരണം മൂലം മരിച്ചവരുടെ ആത്മാക്കൾ, കുഞ്ഞു പൈതലുകളുടെ ആത്മാക്കൾ, സംഭ്രാന്ത മരണത്താൽ ഞങ്ങളുടെ പിതാവേ, എങ്ങളുടെ നാമം പൂജിതണമേ, ഞങ്ങളുടെ രാജ്യം ഞങ്ങളുടെ തിരുമന ശുശ്രൂഷ കർത്താമ്മയുടെ ഈശ്വരിൽ അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട നമ്മയുടെ തരത്തിൽ ഫലമായി